ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒരു 3/4 കിലോ ചെമ്മീനാണ്. ഉപ്പ്, മുളക്, മഞ്ഞൾ അത് തേച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ്, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇനി നമ്മളൊരു മീഡിയം സൈസ് ഒരു 2 സവാള ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. സവാള ഈ കളറാകുമ്പോൾ നമ്മളത് കോരി മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു ക്യാരറ്റാണ്. ഇതുപോലെ ചെറിയതാക്കി അരിഞ്ഞെടുത്തിട്ട് നമ്മൾ അതേ നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ കശുവണ്ടി, മുന്തിരി ഇതും കൂടെ ഈ നെയ്യിൽ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുക കേട്ടോ. ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു മീഡിയം സൈസ് ചെറിയ 2 സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ ചെറിയ ഒരു തക്കാളി, ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തു. ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അത്ര തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവ് നോക്കിയിട്ട് നമ്മൾ കുരുമുളക് പൊടി ബാക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ്, പുതിനയും ഒരു 1/2 കപ്പോളം മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ. ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇട്ട് കൊടുത്തത് ബിരിയാണി മസാലയാണ് കേട്ടോ. ബിരിയാണി മസാല നമ്മൾ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പുളിയൊക്കെ നോക്കിയതിന് ശേഷം നാരങ്ങാനീരും ചേർത്ത് കൊടുത്തു. ഇത് ബിരിയാണി അരിയാണ് കേട്ടോ. ഞാനൊരു 3/4 കിലോ ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഇത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ട് നമ്മളൊന്ന് ഊറ്റി എടുത്ത് വെക്കുകയാണ്. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ദമ്മ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെമ്മീൻ മുഴുവനായിട്ട് അതിൻ്റെ അടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഉള്ളിയാണ്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മൾ അതിന് മുകളിലേക്കായിട്ട് വേവിച്ച് വെച്ച ബിരിയാണി ചോറ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ലെയറായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുക. റൈസ് ഇട്ടിട്ട് അതിന് മേലെ ഫ്രൈ ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ദമ്മ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.